ട്രേഡിംഗ് മീഡിയയുടെ പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. US മാർക്കറ്റ് നല്ലൊരു പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യാണ്. ഡൗ ജോൺസ് 502 പോയിൻറ്റ് പോസിറ്റീവാണ്. S&P 109 പോയിൻറ്റും നസ്ഡാക്ക് 437 പോയിൻറ്റും പോസിറ്റീവാണ്. ഗിഫ്റ്റ് നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 112 പോയിൻറ്റ് പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യുന്നു. ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഗ്യാപ്പ് അപ്പിനുള്ള സാധ്യതയുണ്ട്. ഡേ ക്യാൻഡിൽ നോക്കാം. ഡേ ക്യാൻഡിൽ കഴിഞ്ഞ 3 ദിവസവും നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു റാലി, നിഫ്റ്റി വലിയൊരു റാലി, ഏകദേശം 2000 പോയിൻറ്റിൻ്റെ റാലി നടത്തിയതിന് ശേഷം ഏകദേശം ഈ ഒരു റേഞ്ചിൽ നിഫ്റ്റി ഒന്ന് കൺസോൾഡേറ്റ് ചെയ്യുകയാണ്. ഇത് മിക്കവാറും ഇവിടെ നിന്നൊരു സപ്പോർട്ട് എടുത്ത് ഇന്നത്തെ മാർക്കറ്റിൽ നല്ലൊരു ഗ്രീൻ ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ നിന്ന് മാർക്കറ്റ് മിക്കവാറും ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് കയറും. മിക്കവാറും ഇന്ന് ഒരു റാലി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഇന്നലെ എക്സ്പയറി ഡേയിൽ ഒരു കൺസോൾട്ടേഷൻ കഴിഞ്ഞതുകൊണ്ട് തന്നെ ഗ്ലോബൽ മാർക്കറ്റ് പോസിറ്റീവ് ആയതുകൊണ്ടും ഇന്നൊരു റാലിക്കുള്ള സാധ്യത ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങോ ചെറിയൊരു ഗ്യാപ്പ് അപ്പോ കിട്ടിയാൽ പോലും മാർക്കറ്റ് ഒരു ബുള്ളിഷിലോട്ട് പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് ചാർട്ടിലോട്ട് പോവാം. ചാർട്ടിൽ ഇന്നലെ എക്സ്പയറി ഡേ ആയിട്ട് സൈഡ് വൈസ് മാർക്കറ്റായിരുന്നു. ഇന്നലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് 10-15 മിനിറ്റ് ആയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞതാണ്, ഈ 2 റേഞ്ചിലും മാർക്കറ്റ് കൺസോൾഡേറ്റ് ചെയ്യുവാൻ സാധ്യതയുണ്ട്. 24,284, 24,298നും 24,198, 24,178നും ഇടയ്ക്ക് മാർക്കറ്റ് കൺസോൾഡേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞാണ്. കൃത്യമായിട്ട് ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ രാവിലെ മുതലുള്ള മൂവ്മെൻറ്റ് കണ്ടപ്പോഴത്തേക്ക് മനസ്സിലായതാണത്. ഇന്ന് CPRന് താഴെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ചെറിയൊരു അത്യാവശ്യം ഉള്ളതുകൊണ്ടാണ് സെൻസെക്സ് നോക്കാത്തത്, നിഫ്റ്റി മാത്രമേ ഇന്ന് ചെയ്യുന്നുള്ളൂ. CPRന് താഴെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 24,258, 24,282 വരയ്ക്കാണ് നാരോ CPR ആണ്. മാർക്കറ്റ് CPRന് മുകളിലൊരു ഓപ്പണിംഗ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, CPRന് മുകളിൽ മാർക്കറ്റ് ഒരു ഓപ്പണിംഗ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു ബുള്ളിഷിലോട്ട് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു. ട്രേഡ് എടുക്കുന്നവർ ഓരോ റെസിസ്റ്റൻസും കൃത്യമായിട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെങ്കിൽ മാത്രം മുകളിലോട്ടുള്ള എൻട്രി എടുക്കുക. ഞാൻ 24,500 അല്ലെങ്കിൽ ഒരു 24,500 എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ഉടനെ തന്നെ കോൾ ഓപ്ഷൻ എടുത്ത് വയ്ക്കില്ല. എൻ്റെ വ്യൂ ആണ്. ഓരോ റെസിസ്റ്റൻസ് നോക്കുക, ഓരോ ബ്രേക്കൗട്ട് കിട്ടുമ്പോഴും കൃത്യമായിട്ട് റീടെസ്റ്റിൽ എൻട്രി എടുക്കാം. ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് വരുന്നതെങ്കിൽ, ഫ്ലാറ്റ് ഓപ്പണിങ്ങോ ഒരു ഗ്യാപ്പ് ഡൗണോ വരുന്നതെങ്കിൽ കൃത്യമായിട്ട് ഇവിടെ നിന്നൊരു റിവേഴ്സിനുള്ള സാധ്യതയുണ്ട്. CPR ബ്രേക്കൗട്ട് കിട്ടിയേക്കും. കാരണം നാരോ CPR ആണ്. താഴത്തെ സപ്പോർട്ട് 24,193, 24,210 ആണ്. ഇവിടെ നിന്ന് ഒരു ഗ്യാപ്പ് അപ്പോ ഒരു ഗ്യാപ്പ് ഡൗണോ ഒരു ഫ്ലാറ്റോ ഒക്കെയാണ് കിട്ടുന്നതെങ്കിൽ ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറിയേക്കും. ഇത് താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ താഴോട്ട് വരച്ചിട്ടില്ല, ലൈവ് മാർക്കറ്റിൽ ബാക്കി അപ്ഡേഷൻസ് തരാം. താഴോട്ട് ഒരു ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ നിന്ന് റീടെസ്റ്റ് എടുത്ത് കയറുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് CPR വയ്ക്കുക. CPRൽ റെസിസ്റ്റൻസ് ഉണ്ടാകാൻ സാധ്യത കുറവാണ്. CPR ബ്രേക്കൗട്ട് കിട്ടും. CPR കഴിഞ്ഞാൽ അടുത്ത റെസിസ്റ്റൻസ് വരുന്നത് 24,318, 24,332. ഇത് കഴിഞ്ഞാൽ ഇവിടെ നിന്നൊരു ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 24,401, 24,401, 24,415 രണ്ടാമത്തെ ടാർഗറ്റ്. ഇതും ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 24,456, 24,467. ഏകദേശം 25-ന് മുന്നേ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാകും വലിയൊരു റാലി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ബ്രേക്കൗട്ട് കിട്ടിയാൽ മുകളിലോട്ട് ഒരു 24,500 വരേക്കും പോകാൻ സാധ്യത വളരെ കൂടുതലാണ് മാർക്കറ്റ്. കാരണം കഴിഞ്ഞ 3 ദിവസത്തെ ഒരു കൺസോൾട്ടേഷൻ കഴിഞ്ഞ സ്ഥിതിക്ക് ഈ ഒരു CPR ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു അപ്പ് മൂവ്മെൻറ്റ് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കി ലൈവ് അപ്ഡേഷൻസ് വാട്സപ്പ് ഗ്രൂപ്പിൽ തരാം ലൈവായിട്ട്. ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്, താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.